എല്ലാവർക്കും സ്വാഗതം. DBT സ്കിൽ സീരീസിലെ ഇന്നത്തെ മൈൻഡ്ഫുൾനെസ് വാട്ട് എന്ന് പറയുന്ന സ്കില്ലിൻ്റെ ഡിസ്കഷനിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. മൈൻഡ്ഫുൾനെസ് വാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്താണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പരാമർശിക്കുന്ന വീഡിയോ ആണ്. പലർക്കും വളരെ കോമൺ ആയിട്ടുള്ള സംശയമാണ് എന്താണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഇപ്പോഴുള്ള അവസ്ഥയിൽ ഫുള്ളി പ്രസൻ്റായിട്ട് പൂർണ്ണമായിട്ടുള്ള ഉണർവോട് ഈ ഒരു നിമിഷത്തിൽ ആയിരിക്കാൻ സാധിക്കുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയാം. അതായത് ഈ ഒരു നിമിഷത്തിൽ പൂർണ്ണമായ ഉണർവോടുകൂടി ഇരിക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ് മൈൻഡ്ഫുൾനെസ്. ഇനി ഇത്തരത്തിൽ പൂർണ്ണ ഉണർവോട് കൂടിയിട്ട് ഈ നിമിഷത്തിലായിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന മൈൻഡ്ഫുൾനെസ്സിന് 3 എലമെൻറ്റ്സ് ഉണ്ട്. അവയാണ് മൈൻഡ്ഫുൾനെസ് വാട്ട് സ്കില്ലിലെ 3 എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അവ ഒബ്സർവ്, ഡിസ്ക്രൈബ്, പാർട്ടിസിപ്പേറ്റ്. അതായത് വീക്ഷിക്കുക, അതിനെ വിവരിക്കുക, അതിനെ ഭാഗഭാക്കാവുക. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ഒരു നിമിഷത്തിൽ മൈൻഡ്ഫുൾ ആയിരിക്കുന്ന സമയത്ത് ചെയ്യുക. നിങ്ങൾ ഒരു കാര്യത്തിനെ വീക്ഷിക്കും, അതിനെ വിവരിക്കും, അതിൽ ഭാഗഭാക്കാവും. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന്. അതിനായിട്ട് ആദ്യം തന്നെ ഒബ്സർവ്, വീക്ഷിക്കുക എന്നുള്ളത്. ഇത് നിങ്ങളുടെ ചുറ്റുപാട് അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് കാണാവുന്ന, കേൾക്കാവുന്ന, രുചിക്കാവുന്ന, സ്പർശിക്കാവുന്ന, മണക്കാവുന്ന കാര്യങ്ങളെ ഒന്ന് അറിയാനായിട്ട് ശ്രമിക്കുക. ഇത് കൂടാതെ നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെയും നിങ്ങളുടെ അനുഭവങ്ങളെയും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കുണ്ടാവുന്ന ഇത്തരത്തിലുള്ള ഇന്ദ്രിയ അനുഭവങ്ങളെ ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇതിൽ നിങ്ങൾ ഒന്നും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ ശ്രമിക്കരുത്. ജസ്റ്റ് നോട്ടീസ്. ഉദാഹരണത്തിനായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ആ സെൻസേഷൻസിനെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ശ്വാസം എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന വാംത്ത്, ആ കൂൾനെസ്, ചെസ്റ്റിൽ എവിടെയെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ടൈറ്റ്നെസ്, എവിടെയെങ്കിലും ഒരു പ്രഷർ ഉണ്ടെങ്കിൽ അത്, ശരീരത്തിൽ കയ്യോ കാലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റ്സ്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് കുറച്ച് നിമിഷത്തേക്കോ കുറച്ച് മിനിറ്റ് നേരത്തേക്കോ ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമതായിട്ടാണ് ഡിസ്ക്രൈബ്, വിവരിക്കുക. നിങ്ങളുടെ ഇപ്പോൾ അനുഭവപ്പെട്ട ആ അനുഭവത്തെ, ആ എക്സ്പീരിയൻസിന് കുറച്ച് വാക്കുകൾ കൊടുക്കുക. ആ വാക്കുകൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ആ എക്സ്പീരിയൻസിനെ ജഡ്ജ് ചെയ്യാനോ ഇൻ്റർപ്രറ്റ് ചെയ്യാനോ നിൽക്കേണ്ട ആവശ്യമില്ല. അതിനെ ജസ്റ്റ് വിവരിക്കുക. അതിനെ വിശദീകരിക്കാനോ നിങ്ങളുടേതായിട്ടുള്ള അർത്ഥതലങ്ങൾ കൊടുക്കേണ്ട ആവശ്യകതയില്ല. ഇനി ഈ വിവരണത്തിനുള്ള കുറച്ച് ഉദാഹരണങ്ങളാണ്. ചെസ്റ്റിൽ ഭയങ്കര ടൈറ്റ്നെസ്, വയറ് വികസിച്ചു കൊണ്ടിരിക്കുന്നു, നോസ്ട്രിൽസ് ചുരുങ്ങുന്നു. ഇത് പറയാനായിട്ട് എളുപ്പമാണ്. ഇങ്ങനെ വിവരിക്കുക എന്നുള്ളത്, ജഡ്ജ് ചെയ്യാതെ വിവരിക്കുക എന്നുള്ളത് പറയാനായിട്ടിരിക്കുക എളുപ്പമാണ്. പക്ഷെ ഇത് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന എക്സ്പീരിയൻസിനെ നല്ലതാണോ പൊട്ടയാണോ എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും ജഡ്ജ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾക്കുണ്ടാവുന്ന ഈ അനുഭവങ്ങളെ തെറ്റോ ശരിയോ എന്ന് ജഡ്ജ് ചെയ്യാതെ നമ്മൾ വിവരിക്കുന്നതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇത് ചീത്തയാണ് എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ചീത്തയാണെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലൂടെ കടന്നു പോയെന്നാണ് ഞാനതിനെ ഡിസ്ക്രൈബ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഉള്ളൊരു സംശയമായിരിക്കും, നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്ത് വിവരിച്ചുകൊണ്ടുള്ള പ്രശ്നം എന്താണ്? അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ എന്താണോ വീക്ഷിക്കുന്നത് ആ കാര്യത്തിലേക്ക് നമ്മൾ കുറച്ചും കൂടി കൂട്ടിയിട്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കുക നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇതെനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തപൂർണ്ണമായിട്ടുള്ള സാഹചര്യമാണ്, ഏറ്റവും ദുരന്തം പിടിച്ച സമയമാണ്. അപ്പോൾ നിങ്ങളത് അത്രത്തോളം ഒരു കാഠിന്യമുള്ള രീതിയിലാണ് അവിടെ വീക്ഷിക്കുന്നത്. അതേ സമയത്ത് നിങ്ങൾ ഈ നോൺ ജഡ്ജ്മെൻറ്റിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ചിന്തിക്കുക. എൻ്റെ ഹൃദയത്തിൽ വളരെ ഭാരമുള്ളതായിട്ടുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. എനിക്ക് തോന്നുന്നു ഈ ഇത്തരത്തിലുള്ള ചിന്ത, ഇത്തരത്തിലുള്ളൊരവസ്ഥ ഒരിക്കലും മെച്ചപ്പെടാനായിട്ട് പോകുന്നില്ല. ഇനി നിങ്ങൾക്കിത് കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ദുരന്തപൂർണ്ണമായിട്ടുള്ള ഏറ്റവും ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ് ഇത് എന്നുള്ളതും. രണ്ടാമത് നമ്മൾ വർണ്ണിച്ചതും തമ്മിൽ ആ വ്യത്യാസം, അത്തരത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ വർണ്ണിക്കുമുണ്ടാവുന്ന വ്യത്യാസം നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇത്തരത്തിൽ ജഡ്ജ് ചെയ്തിട്ടും ജഡ്ജ് ചെയ്യാതെയും നിങ്ങളൊരു കാര്യത്തിനെ വിവരിക്കുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ, ആ വിവരിച്ചതിന് ശേഷം നിങ്ങളുണ്ടാകുന്ന റിയാക്ഷനെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ഇനി മൈൻഡ്ഫുൾനെസ് വാട്ടിലെ 3ാമത്തെ എലമെൻ്റാണ് പാർട്ടിസിപ്പേറ്റ്.
നിങ്ങൾ എന്താണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിലേക്ക് പൂർണ്ണമായി അലിഞ്ഞു ചേരുക എന്നുള്ളതാണ് പാർട്ടിസിപ്പേറ്റ് എന്ന് പറയുന്ന എലമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾ സാധാരണ ചെയ്യുന്ന മൾട്ടി ടാസ്കിങ്ങിന്, ഒരേ സമയത്ത് തന്നെ പല കാര്യങ്ങളിൽ ശ്രദ്ധ അർപ്പിച്ച് പല കാര്യങ്ങളിൽ കൈയിടുന്നതിന് കംപ്ലീറ്റ്ലി വിപരീതമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങൾ അലിഞ്ഞു ചേർന്ന് ഒരേ ഒരു കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധയോടുകൂടി ഉണർവോടുകൂടി ഇരിക്കാനായിരിക്കും ശ്രമിക്കുക. ഇതിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത് നിങ്ങളെക്കുറിച്ചിട്ടുള്ള സെൽഫ് കോൺഷ്യസ്നെസ്, ആ സ്വയം അവബോധം എന്ന് പറയുന്ന സംഭവം ആഴത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെടുന്നൊരവസ്ഥ, അതിനെ മാറ്റിവെക്കുക. ക്രിട്ടിക്കലായിട്ട് പല കാര്യങ്ങളെയും നോക്കിക്കാണുന്ന ഈ നിമിഷത്തിലെ ചിന്താഗതികളും മറ്റും മാറ്റിവെക്കുക. എന്തെങ്കിലും ഈ സമയത്ത് സംഭവിക്കുമോ, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആകുലതകൾ അതിനെ മാറ്റിവെക്കുക. ഇതൊക്കെയും ഒഴിവാക്കിയിട്ട് ഈ ഒരു നിമിഷത്തിൽ പൂർണ്ണമായിട്ടും ആയിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു ഉദാഹരണമായിട്ട് ഒരാളായിട്ടുള്ളൊരു സംസാരത്തിൽ പൂർണ്ണമായിട്ട് എങ്ങനെയാണ് ഭാഗഭാക്കാവുക എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഫോണും മറ്റെന്തെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്യാവുന്ന എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതൊന്നും മാറ്റിവെക്കുക. ജസ്റ്റ് ആ പേഴ്സൻ്റെ ഒപ്പം പൂർണ്ണമായിട്ടും ആയിരിക്കുക. ആൾ പറയുന്നത് കേൾക്കുക, ആൾ പറയുന്നതിന് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ആവശ്യമായ സമയത്ത് തലയാട്ടുക, അതിന് പൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് ഈ ഒരു നിമിഷത്തിൽ പൂർണ്ണമായും അങ്ങ് അലിഞ്ഞു ചേരുക. എന്താണ് നിങ്ങൾ അടുത്തത് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് കുറച്ച് നേരം മുമ്പ് ഉണ്ടായേ, എന്താണ് കുറച്ച് നേരം കഴിയുമ്പോൾ ഉണ്ടാവുക, ഈ ചിന്തകളൊക്കെ മാറ്റിവെച്ച് ഈ ഒരു നിമിഷത്തിൽ അദ്ദേഹം എന്താണോ പറയുന്നത് ആ കാര്യം അതിലേക്ക് പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കുക. ഇനി നിങ്ങൾ മൈൻഡ്ഫുൾനെസ് വാട്ട് സ്കിൽസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരേ സമയം ഒരു സ്കില്ലാണ് ചെയ്യാൻ സാധിക്കുക. അതായത് വാട്ടിൽ നമ്മൾ 3 സ്കില്ല്, അതായത് 3 എലമെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒബ്സർവ്, ഡിസ്ക്രൈബ്, പാർട്ടിസിപ്പേറ്റ്. ഈ 3ലും ഓരോന്നും ഒരു സമയത്ത് ഒരെണ്ണം ചെയ്യാൻ സാധിക്കുക. അതായത് ഒബ്സർവ് ചെയ്യുമ്പോൾ ഒബ്സർവ് മാത്രം ചെയ്യാൻ സാധിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ പാർട്ടിസിപ്പേറ്റ് മാത്രമാണ് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ 3 സ്കില്ലുകളും നല്ല രീതിയിൽ നിങ്ങൾക്ക് വശത്താക്കി എടുക്കാനായിട്ട് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണ് ഇതിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ആവാൻ സാധിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മൈൻഡ്ഫുൾനെസ് ചെയ്യാനായിട്ട് സാധിക്കുക. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചിട്ടുള്ള മറ്റ് സ്കിൽ വീഡിയോകളുണ്ട്. മൈൻഡ്ഫുൾനെസ് വാട്ടാണ് ഇപ്പോൾ നമ്മൾ അവതരിപ്പിച്ചത്, മൈൻഡ്ഫുൾനെസ് ഹൗ ഉണ്ട്, മൈൻഡ്ഫുൾനെസ് ഓഫ് കറൻറ്റ് ഇമോഷൻസ് ഉണ്ട്. വേറെ മൈൻഡ്ഫുൾനെസ്സിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വീഡിയോസും ചാനലിൽ DBT സ്കിൽ സീരീസിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾക്കവ കാണാവുന്നതാണ്. മൈൻഡ്ഫുൾനെസ്സിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ പറയുന്ന സ്കില്ലുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതിലൂടെ മറ്റുള്ള പലരിലേക്കും ഈ വീഡിയോ എത്തിച്ചേരാൻ സഹായകമായിരിക്കും. ഇനി ഈ വീഡിയോ നിങ്ങളുടെ ഉറ്റവരിലോട്ട് അവരെ സഹായത്തിനായി എത്തിച്ചേർക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ഇനിയും ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. കേട്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.